അപ്പൊ വ്യഭിചാരത്തോട് അടുക്കരുതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ആരംഭിച്ചത്. അവരടുപ്പം അത് ശാരീരികമായിട്ട് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ടും അതേപോലെ തന്നെ മനസ്സുകൊണ്ടുള്ള അതിന്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ചെല്ലാം ഹദീസിൽ പറയുന്നുണ്ട്. ചില ആളുകൾ ശാരീരികമായിട്ട് ഒരു പക്ഷെ അവരുടെ ഭാര്യമാരുടെ അടുത്തുണ്ടാകും, അതേസമയം അവര് കണ്ണുകൊണ്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് മറ്റൊരാളെ വ്യഭിചരിക്കുന്നുണ്ടാകും. അപ്പൊ ഇന്ന് ഇന്റർനെറ്റിന്റെ ലോകം അത്തരം ഒരാളുടെ വഴിവിട്ട താല്പര്യങ്ങളെ വേണ്ടത്ര ഫീഡ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ തന്നെയാണ് അതിന്റെ ആ ഇന്റർനെറ്റ് ആ ഒരു ട്രാപ്പ് ആ വല ഒരുക്കി കാത്തു നിൽക്കുന്നത്. പല ആളുകളും അതിൽ വീണു പോവാണ്. അപ്പൊ അത് വീഴുന്നതിനനുസരിച്ച് പിശാച് അത്തരം കാഴ്ചകളെ വസയ്യനലഹുമു ശൈത്വാനു അഅമാലഹും അല്ലാഹു പറയുന്നുണ്ട്, അത് പിശാച് ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വ്യഭിചാരത്തിന്റെ ആ ഒരു പാതയിലേക്ക് സബീല ആ ഒരു ഇരുണ്ട പാതയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ പോകുന്നത് റോങ് റൂട്ടിലാണെന്ന് കൃത്യമായിട്ട് ഏതൊരാൾക്കും സെൻസ് ചെയ്യാൻ സാധിക്കും. ആ രൂപത്തിലാണ് അള്ളാഹു നമ്മുടെ ഫിത്ര സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആ പാതയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. അവസാനം അത് നോർമലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു പാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തുടനീളം പിന്നീട് അത് കാരണം അയാൾ അനുഭവിക്കേണ്ടി വരുന്ന അതിന്റെ പരിണിത ഫലങ്ങൾ, ആ കോൺസിക്വൻസിനെ സംബന്ധിച്ച് പിശാച് സൗകര്യപൂർവ്വം അയാളെ മറപ്പിക്കും എന്നുള്ളതാണ്. പല സമയത്തും ആ ചിന്ത വരുന്നുണ്ടെങ്കിലും അതിലേക്ക് ശ്രദ്ധിക്കാൻ പോകില്ല എന്നുള്ളത്. അതേസമയം അതേ പിശാച് തന്നെ ഒരാൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പരിണിത ഫലത്തെ ഊതി വീർപ്പിച്ചത് വലുതാക്കി കാണിക്കും. എത്ര വലിയ തെറ്റാ ചെയ്തത്, ഇനിയും നമസ്കരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നിനക്ക് എങ്ങനെയാണ് നന്നാവാൻ കഴിയുക, ആ രൂപത്തിൽ നിരാശയുടെ മന്ത്രങ്ങൾ നൽകി മാക്സിമം വീണ്ടും ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും അകറ്റാനുള്ള മന്ത്രങ്ങളാണ് പിശാച് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരാൾക്ക് അള്ളാഹനെ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ, അതായത് ആ സമയവും സാഹചര്യം എല്ലാം അനുകൂലമായാലും അള്ളാഹനെ മാത്രം ഭയന്ന് ആ തെറ്റിൽ നിന്നും ഒരാൾക്ക് പിന്മാറാൻ സാധിച്ചാൽ അയാൾക്ക് വമ്പിച്ച വാഗ്ദാനങ്ങളാണ് അള്ളാഹു നൽകുന്നത്. നേരത്തെ